ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ചപ്പാത്തികൾ തമ്മിലുള്ള വ്യത്യാസം. ഒരെണ്ണത്തിൻ്റെ വില 50 രൂപ വരുന്നു, ഒരെണ്ണത്തിൻ്റെ വില 59 രൂപ. ബ്രാൻഡാണ്, നല്ല ഇൻ്റർനാഷണൽ അടിപൊളി ബ്രാൻഡ്, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡും ഏറ്റവും നല്ല ഫൈനസ്റ്റ് ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന കമ്പനി എന്ന് അഭിപ്രായപ്പെടുന്ന കമ്പനിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും വലിയ കോമഡി. ഇതൊരു ലോക്കൽ ബ്രാൻഡാണ്. ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡിങ്ങോ ഏറ്റവും നല്ല കമ്പനി ഏറ്റവും നല്ല ഗോതമ്പാണ് ഇതിൽ ഉണ്ടാക്കുന്നതെന്നൊന്നും ഇവർ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് നോക്കിക്കോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാ ഓൾ വീറ്റ് ഫ്ലോർ, റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ, അയോഡൈസ്ഡ് സാൾട്ട്, RO ആൻഡ് UV പ്യൂരിഫൈഡ് വാട്ടർ. ശരിക്കും ഒരു ചപ്പാത്തിക്ക് അത്രയല്ലേ വേണ്ടൂ എന്ത് ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മുടെ ആശീർവാദിൻ്റെ ചപ്പാത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു. ചപ്പാത്തിയിൽ ആകപ്പാടെ ആട്ടയുടെ ശതമാനം എന്ന് പറഞ്ഞാൽ 29.8% ചപ്പാത്തിയിൽ, മനസ്സിലായി. അയോഡൈസ്ഡ് സാൾട്ട്, സോളിഡ്സ്, പിന്നെ അങ്ങോട്ട് മൊത്തം തിക്നെസ്സും പ്രിസർവേറ്റീവ്സും മാത്രമാണ്. നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് ഏറ്റവും നല്ല ഗോതമ്പാണെന്ന് പറഞ്ഞത് കഴിക്കുന്ന ആശീർവാദിൻ്റെ ചപ്പാത്തിയുടെ അവസ്ഥയാണ്. ഗോതമ്പ് ചപ്പാത്തിയിൽ ഗോതമ്പ് 29% ഉള്ളൂ. അതേസമയം നമ്മൾ ലോക്കലായിട്ട് എടുക്കുന്ന ബ്രാൻഡിൽ ഓൾഡ് ചപ്പാത്തി ഇതിൽ ഫുള്ളായിട്ട് വീറ്റ് തന്നെയാണ്, വീറ്റ് അല്ലെങ്കിൽ മൈദ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്രാൻഡ് നോക്കിയോ പരസ്യം നോക്കിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആശുപത്രിയിൽ കിടക്കപ്പായൽ മേലാവരി വെച്ച് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കും. നമ്മൾ മാക്സിമം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് ബ്രാൻഡ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ട് മാത്രം, ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും മാർക്കറ്റിങ്ങോ അവരുടെ അഡ്വർടൈസ്മെൻറ്റോ അവരുടെ പരസ്യം കണ്ട് നിങ്ങൾ അവരെ വിലയിരുത്തരുത്. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗോതമ്പ് ചപ്പാത്തിയിൽ ഗോതമ്പിൻ്റെ ശതമാനം 29% കണ്ട പോലെ ഇപ്പോൾ കോക്കനട്ട് ലഡുവിൻ്റെ കോക്കനട്ടിൻ്റെ ശതമാനം 5% താഴെയായിരിക്കും. അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മുടെ ചുമതലയാണ്. നോക്കിയും കണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ആശുപത്രിക്കാർക്ക് കാശ് കൂടുതൽ കിട്ടും.